നിപ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 72 സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങൾ. പ്രതീഷ്, സംസ്ഥാനത്തെ നിപ സാഹചര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഈ സമ്പർക്ക പട്ടിക, അതിലെ വിവിധ ആളുകൾ, അത് ഏതൊക്കെ മേഖലയുള്ളവരാണ് എന്നൊക്കെ കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? പ്രജിൻ, സംസ്ഥാനത്ത് തുടർച്ചയായി നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി വിശദമായ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. പാലക്കാട് റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ നിപ്പ കേസിൽ 112 പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്നതാണ് ആരോഗ്യവകുപ്പ് ഏറ്റവും പുതുതായി അറിയിക്കുന്നത്. സംസ്ഥാനത്താകെ 609 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. രണ്ടാമത്തെ കേസിൻ്റെ സമ്പർക്ക പട്ടിക പ്രധാനമായും CCTV ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിലായി 609 പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിൽ 112 പേരാണ് പാലക്കാട് രണ്ടാമത് നിപ്പ റിപ്പോർട്ട് ചെയ്ത വ്യക്തിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവർ. മലപ്പുറം ജില്ലയിൽ 207 പേരും പാലക്കാട് 286, കോഴിക്കോട് 114 പേരും എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് നിലവിൽ 8 പേർ ICUവിൽ ചികിത്സയിലാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 72 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 72 സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. പാലക്കാട് 5 പേർ ഇപ്പോഴും ഐസൊലേഷനിൽ ചികിത്സയിലാണ് എന്നതാണ് പ്രധാനമായും പറയുന്നത്. സംസ്ഥാനത്താകെ 38 പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലും 133 പേർ റിസ്ക് വിഭാഗത്തിലും ഉൾപ്പെടുന്നു. അത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ് പ്രധാനമായും ഈ നിപ്പ കേസുകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടത്. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.